അഷ്കർ അലി കരിമ്പ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയുമായ മുനവർ അലി തങ്ങൾ, ഇവരൊക്കെ സ്ഥലത്തില്ല എന്ന് കരുതാം. എങ്കിൽ സ്ഥലത്തുള്ള മറ്റാരെങ്കിലും നിയോഗിക്കുക. അബ്ബാസ് അലി തങ്ങൾ മറ്റു പരിപാടിയിലാണ് എങ്കിൽ പകരം ഒരാളെ നിയോഗിക്കുക. അങ്ങനെ എന്തുകൊണ്ടുണ്ടായില്ല എന്നതിന് എന്താണ് ഇപ്പോൾ അവർ നൽകുന്ന ഒരു മറുപടി? കോൺഗ്രസിൽ നിന്ന് ഒക്കെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ അഷ്കർ? എന്തുകൊണ്ട് പ്രതിനിധികളെ അയച്ചില്ല എന്നുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംശയത്തിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്വാഭാവികമായും ആ ക്ഷണനത്തിലൊക്കെ ഉണ്ടായ ഒരു അവർക്കുള്ള അതൃപ്തി എന്ന് പറയാൻ പാണക്കാട് കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോ ആരും തന്നെ തയ്യാറാവുന്നില്ല. അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്നോ അതൃപ്തി ഉണ്ട് എന്നൊന്നും പറയാൻ അവർ തയ്യാറാവുന്നില്ല. അത് അവരുടെ ശൈലിയുമല്ല. പക്ഷേ മറിച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് മാത്രമാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന UDFന്റെ കൺവെൻഷനിലേക്ക് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെ പാണക്കാട് കുടുംബത്തിന് തലമുതിർന്ന നിലവിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് പങ്കെടുക്കേണ്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ആ സംഘടനത്തിൽ വന്ന വലിയ വീഴ്ചയായിട്ട് കൂടിയാണ് ഈ വിഷയത്തെ പരിഗണിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ആ വേദിയിൽ എത്താതെ ഇരുന്നിട്ട് പോലും അതിൽ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാവാതിരുന്നത് എന്നുള്ളതും സംശയകരമാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഏതെങ്കിലും വിധത്തിൽ തങ്ങൾമാർക്ക് അതിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ സന്ദേശമെങ്കിലും ആ വേദിയിൽ പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു. ഈ നേരം വരെയും ഇപ്പോൾ ഘടകകക്ഷികളും മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ് ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ളവർ പ്രസംഗിച്ച് പരിപാടി അവസാനിക്കുന്ന നിമിഷമായിട്ടും ഇതുവരെയും അത്തരമൊരു വീഡിയോ സന്ദേശം പോലും ആ പ്രദർശന വാളിൽ എവിടെയും പ്രദർശിച്ചിട്ടുമില്ല. മാത്രമല്ല ഈ സമയത്തും പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ അടക്കമുള്ളവർ മലപ്പുറം ജില്ലയിൽ തന്നെയുണ്ട്. അതിനും അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ അതുപോലെ തന്നെ സമസ്തയിലേക്ക് തന്നെ നിരവധി ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന നിരവധി കുടുംബാംഗങ്ങൾ പാണക്കാടുണ്ട്. അവരിൽ ആരെങ്കിലും ഒക്കെ തന്നെ പ്രതിനിധിയായി ഒരാളെങ്കിലും ആ വേദിയിൽ എത്തേണ്ടതായിരുന്നു. അവർ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും പാണക്കാട് കുടുംബം പൂർണ്ണമായും വിട്ടുനിന്നു എന്നുള്ളത് തന്നെയാണ്. ക്ഷണിക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ് അഷ്കർ അലി? കാരണം ഈ കൺവെൻഷൻ ഇന്നത്തെ ദിവസമാണ് എന്ന് തീരുമാനിക്കുകയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഇവിടെ എത്തുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ മറ്റ് UDFന്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. ഘടകകക്ഷികളുടെ ഒക്കെ നേതാക്കൾ വേദിയിലേക്ക് എത്തുന്നു. എന്നാൽ മലപ്പുറത്ത് നിന്ന് ക്ഷണിക്കേണ്ട പ്രധാനപ്പെട്ട ഇടത്തേക്ക് ക്ഷണം പോകാൻ വൈകിയത് എന്തുകൊണ്ടാണ്? PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്ത മുൻകൈ അത് PK കുഞ്ഞാലിക്കുട്ടിയാണ് എടുത്തത്. അദ്ദേഹം വേദിയിലുണ്ട്. എന്നാൽ പാണക്കാട്ട് നിന്ന് ആരുമില്ല. അത് യാദൃശ്ചികമാണ്. സുജയ, യാദൃച്ഛികമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നേതൃത്വമൊക്കെ പറയുന്നത്. കാരണം നേരത്തെ ആര്യാടൻ ചോക്കത്ത് പാണക്കാട് കുടുംബത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ പരാമർശങ്ങളൊക്കെ ഉയർത്തി PV അൻവർ അടക്കമുള്ളവർ ഇടതുപക്ഷം അടക്കമുള്ളവർ വലിയ പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. അതുമായി ഈ വിഷയത്തിന് ബന്ധമില്ല എന്നുള്ളതാണ് നേതൃത്വമൊക്കെ പറയുന്നത്. പാണക്കാട് കുടുംബാംഗങ്ങളും ഇല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അനൗദ്യോഗികമായി പറയുന്നതും സമാനമായ നിലപാട് തന്നെയാണ്. അതുമായി ഇതൊന്നും ബന്ധമില്ല. നേരത്തെ കൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതുകൊണ്ട് പങ്കെടുക്കാതിരുന്നു എന്നുള്ളതാണ്. പക്ഷേ UDF പോലെ UDFന്റെ ഒരു പരിപാടി വരുമ്പോൾ സാധാരണ പാണക്കാട് കുടുംബാംഗങ്ങൾ സ്വീകരിക്കുന്ന ശൈലി എന്ന് പറയുന്നത് ഏത് പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഒഴിവാക്കി അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പകരം ഒരു പ്രതിനിധിയെങ്കിലും അവിടേക്ക് എത്തിച്ച് അവരുടെ സാന്നിധ്യം പാണക്കാട് കുടുംബത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താറുണ്ട്. പക്ഷേ ഇന്നത്തെ വേദിയിൽ UDFന്റെയും മുസ്ലിം ലീഗിന്റെയും അടക്കം പ്രധാന ഘടകകക്ഷികളുടെയും അടക്കം മുഴുവൻ നേതാക്കൾ നിരന്നു നിൽക്കുന്ന വേദിയായിട്ട് പോലും ഒരു പാണക്കാട് കുടുംബാംഗം പോലും ആ എന്താണ് എത്താത്തത് എന്ന് അവർ വിശദീകരിക്കട്ടെ. നമുക്ക് അതിനായി കാത്തിരിക്കാം.